ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ഇന്നൊരു മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് 1 കിലോ മട്ടനൊക്കെ ഇങ്ങ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അവർ വലിയ പീസൊക്കെ ആയിട്ട് തന്ന കാരണം ഞാനതൊന്ന് ചെറിയ പീസുകളാക്കി ചെറുതാക്കി എടുത്തു. അതിന് ശേഷം മട്ടണൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വാരിയെടുത്തു. ഒരു 2 തവണ നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു. അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുക്കറിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം അങ്ങ് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഫുള്ള് ഒറ്റ ട്രിപ്പിന് തന്നെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഞങ്ങൾക്ക് എരിവ് അങ്ങനെ അധികം വേണ്ടാത്ത കാരണം കുറച്ച് കുരുമുളക് ആഡ് ചെയ്തോളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഇറച്ചി മസാല ഇട്ടു. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഒരു ഗ്രേവിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഒരു 3 ടേബിൾ സ്പൂണോളം അത് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണ്ടേ, ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഉപ്പ് ഞാൻ വെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഒരു 2-3 എതിർപ്പ് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. 2-3 വിസിൽ അടിക്കുന്നവരെ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഹസ്ബൻഡും കൂടെയാണ് കുക്ക് ചെയ്യുന്നത് സൺഡേ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നാടൻ മട്ടൻ കറി. അപ്പോൾ നമ്മൾ വിസിൽ കേൾക്കാൻ വെച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്തൊരടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സവോളയൊക്കെ വഴറ്റിയെടുക്കണം. കുറച്ച് സവോളയും മസാലയും നമുക്ക് ലാസ്റ്റ് ഫൈനൽ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സവോള എടുത്തിട്ട് ഞാനത് അരിഞ്ഞു. അത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് ഒരു കളറൊക്കെ അങ്ങ് ഒരു പിങ്ക് കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനതിങ്ങനെ സൈഡിൽ കൂടെ വഴറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് വിസിലൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചു. ഒരു 2 വിസിലടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു കളർ മാറുന്നിടം വരെ ഞാനത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞങ്ങൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അതായത് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ഇറച്ചി മസാലയും ഇട്ട് കൊടുത്തു. കഴിഞ്ഞ് നന്നായിട്ട് എൻ്റെ കളറ് മാറി ഒരു റെഡ് കളറായി. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ നിന്ന് വേവിച്ച് വെച്ച മട്ടൻ നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റും കൂടെ കറി നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു. നന്നായിട്ട് കറി തിളയ്ക്കുന്നിടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടു. അതിന് ശേഷം സിമ്മിലിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറി റെഡി.